ഏത് റിലീജിയനിൽ ജനിച്ച ആളായാലും ആ റിലീജിയനിലെ റിലീജിയസ് പ്രാക്ടീസസ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. ഇപ്പം നിസ്കരിക്കുന്നതോ രാവിലെ ക്രിസ്ത്യാനികൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നതോ ഒക്കെ നല്ലതാണ്. എല്ലാ മതങ്ങളും നമ്മളെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും അല്ലേ. 5 മണിക്കാണ് സുബഹ നിസ്കാരത്തിന് നമ്മൾ ഉണരുന്നത്. 5 മണിക്കാണ് സമൂഹ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തീയ ഭവനങ്ങൾ തയ്യാറാകുന്നത്. 5 മണിക്കാണ് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കൈവല്യം മംഗളം കരു എന്ന പാട്ട് കേൾക്കുന്നത്. അപ്പം മിക്കവാറും ഹിന്ദു ഭവനങ്ങളിൽ മനസ്സിലാകും മണി 5 ആയിട്ടുള്ളൂ, ഇനി വേണം നന്നായിട്ടൊന്ന് ഉറങ്ങാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. എന്താണ് 5 മണിക്ക് അല്ലെ, 5 മണിയായി അല്ലെ, കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ, കൗസല്യയുടെ പുത്രനായ രാമ ഉണരൂ, പൂർവദേശത്ത് സന്ധ്യ സൂര്യൻ. സന്ധ്യ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വൈകുന്നേരം എന്നല്ലേ, സന്ധ്യ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനാണ്. സന്ധ്യാ പ്രവർത്തത, സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ നരശാർദൂല, എഴുന്നേൽക്കൂ ഉത്തമനായ പുരുഷ, മംഗളം കൈവല്യം മംഗളം കരു, നിനക്ക് നല്ല മംഗളം കൈവരട്ടെ എന്നാണ് ആ പാട്ട്. നമ്മൾ എന്ത് ചെയ്യും? ഒരു തലയണ കൂടെ എടുത്ത് ചെവിയിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇനി ആ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് മിക്കവാറും പാരൻസും എല്ലാവരും ഉറങ്ങുന്ന സമയം 12 മണി 1 മണിയൊക്കെ ആയി കഴിഞ്ഞു. അതൊക്കെ വളരെയധികം മോശമായ പ്രവണതയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയുന്നതാണ്. ഞാനും അതിനകത്തൊന്നും മോചിതനൊന്നും അല്ല. അപ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഈ റിലീജിയസ് ആയി വളർത്താനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസ് എന്തോ അതൊക്കെ പരിശീലിപ്പിക്കുന്നത് കുട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഉദാഹരണത്തിന് എൻ്റെ മോനെ ഞാൻ ഈ ശബരിമല വ്രതം ഒന്നും നോക്കാൻ പഠിപ്പിച്ചില്ല. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം ചിക്കനോ ബീഫോ ഇല്ലാതെ അവൻ വാ തുറക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ നമ്മുടെ വീട്ടിനകത്ത് വെള്ളിയാഴ്ച വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ 41 ദിവസം വെജിറ്റേറിയൻ ആണെന്നൊക്കെ ഉള്ള ശീലമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞെന്ത് ചെയ്യുമായിരുന്നു? അതൊക്കെ പഠിച്ചേനെ.